ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂട് എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയുടെ സൂപ്പർ അപ്കമിംഗ് വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുതൽ ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് രാവിലെ 9 മണിക്ക് തന്നെ നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പോൾ വരും ദിവസത്തെ ഒരു രസകരമാകുന്നതും അതിലപ്പുറം ഒരു സംഘർഷഭരിതമാകുന്ന ഒരു എപ്പിസോഡുകളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അപ്കമിംഗ് വിശേഷങ്ങളായതുകൊണ്ട് തന്നെ അല്പം നമ്മൾ ഇപ്പോൾ നടക്കുന്ന കാര്യമല്ല, വരും ദിവസങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് റിയലായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളതുകൊണ്ട് തീർച്ചയായിട്ടും കാണണം. അങ്ങനെ ഒരു ദിവസം സുധീഷ് രാവിലെ പല്ല് തേച്ചുകൊണ്ടൊരു സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുന്നൊരു ഭാഗമാണ്. നിധിയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കുക എന്നൊരൊറ്റ ലക്ഷ്യവുമായിട്ടാണ് സുധീഷ് നടക്കുന്നത്. ആ സമയത്ത് സുഭാഷ് തന്നെ സഹായിക്കുന്ന നിധിയെ സ്വന്തമാക്കുവാൻ സുഭാഷ് സഹായിക്കുന്ന ഒരു ഭാഗമാണ് സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ പല്ല് തേച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഭാഷ് കാണുന്ന സ്വപ്നം എങ്ങനെയാണ്? ഒരു ദിവസം സുഭാഷ് നിധിയെ വിളിച്ചിട്ട് പറയുകയാണ്, നിധിയുടെ അടുക്കൽ ചെന്ന് പറയാം, മോളെ നീ എൻ്റെ അനീതിയാണ്, നിനക്ക് ഞാൻ ചേട്ടനും എനിക്ക് നീ അനീതിയുമാണ് അല്ലേ, ശരിയല്ലേ, അങ്ങനെയല്ലേ എന്ന് ചോദിക്കുക. അതേ സുഭാഷേട്ടൻ എൻ്റെ ചേട്ടനായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയാം, ഈ നിൽക്കുന്ന സുധീഷ് ഇവൻ എൻ്റെ അനിയനല്ല എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഞെട്ടിപ്പോകട്ടെ. അപ്പോൾ ഹരീഷും നികേഷൊക്കെ അടുത്ത് നിൽപ്പുണ്ട്. അപ്പം വായും പൊളിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത്. ഇവരെല്ലാം ഈ അനിയനല്ല എന്ന് പറയുമ്പോൾ അപ്പം പെട്ടെന്ന് നിധി ചോദിക്കുക, സുഭാഷേട്ടൻ എന്തായി പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അതേ മോളെ, നീ എനിക്ക് അനീതി, ഇവൻ എനിക്ക് ആരുമല്ല, അതായത് രക്തബന്ധമൊന്നുമില്ല, ഇവൻ എനിക്ക് എൻ്റെ അനിയനേ അല്ല എന്ന് പറയുകയാണ്. അപ്പം സുഭാഷേട്ടൻ എന്താ ഈ കാര്യങ്ങൾ പറയുന്നത്, അങ്ങനെയാകുന്നത് എന്ന് ചോദിക്കുകയാണ്. അതേ മോളെ, ഇവൻ എനിക്ക് അനിയനല്ല, മറിച്ച് എനിക്ക് അളിയനാണ് എന്ന് പറയുകയാണ്. അപ്പം എല്ലാവർക്കും ഈ നികേഷും ഹരീഷൊക്കെ ഇങ്ങനെ അന്തിച്ച് നിൽക്കുന്നൊരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഒരു അവതരിപ്പിക്കുന്ന രീതിയാണ് സുഭാഷിൻ്റെ രസകരമാകുന്ന കാര്യം. അങ്ങനെ അപ്പോൾ ചോദിക്കുക, അപ്പോൾ നിധി ചോദിക്കുകയാണ്, സുഭാഷേട്ടൻ എന്തായി പറയുന്നത് എന്ന് ചോദിക്കുക. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുകയാണ്. അതേ മോളെ, നീ എൻ്റെ അനിയത്തിയാണെങ്കിൽ അവൻ എനിക്ക് അനിയനല്ല, നേരെ മറിച്ച് അളിയനാണ് എന്ന് പറയുക. അപ്പം ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് സുധീഷ് കേട്ടോ. അപ്പം സുധീഷ് ഇങ്ങനെ വാതിലച്ചാരിങ്ങനെ സന്തോഷം കൊണ്ട് ചിരിച്ചു നിൽക്കുക. അപ്പം എന്നിട്ടും എനിക്ക് ഈ സുഭാഷേട്ടൻ പറയുന്ന കാര്യം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല. സുഭാഷും സുധീഷും ഉദ്ദേശിച്ചത് നിധി അനിയത്തിയാകുമ്പോൾ അനിയത്തിയുടെ കെട്ടിയവനാണല്ലോ സുധീഷ്, അപ്പം സുധീഷ് അളിയനായി വരും എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന ഒരു ഭാഗമാണ് നടക്കുന്നത്. പക്ഷേ നിധിക്ക് അതൊന്നും മനസ്സിലാകുന്നില്ല. സുഭാഷേട്ടൻ എന്തോ വട്ട് പറയുന്ന പോലെയൊക്കെ നിധിക്ക് തോന്നുകയാണ്. അപ്പോൾ വീണ്ടും ചോദിക്കുക, സുഭാഷേട്ടൻ എന്താണ് ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സുഭാഷേട്ടൻ അറിയാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഇങ്ങനെ പഠിച്ച കാര്യങ്ങൾ ആവർത്തിച്ച് കുഞ്ഞു കുട്ടികളെ പറയുന്ന പോലെ സുഭാഷ് പറയാം, അതേ മോളെ, നീ എനിക്ക് അനീതിയല്ലേ, ശരിയല്ലേ, നീ എനിക്ക് അനീതിയാണോ, അല്ലെങ്കിൽ നീ എന്നെ ചേട്ടനായിട്ടാണോ കാണുന്നത്? അതെ എന്ന് നിധി പറയണം. അപ്പോൾ നീ എൻ്റെ അനിയത്തിയാകുമ്പോൾ സുധീഷ് ആരാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പം നിധി ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുകയാണ്. അപ്പം സുഭാഷേനെ പറയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നീ എനിക്ക് അനിയത്തിയാകുമ്പോൾ സുധീഷ് എനിക്ക് അനിയനല്ല അളിയനാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന ഒരു രസകരമായ നിമിഷമാണ്. അപ്പോൾ നിധി ഇതൊക്കെ കേട്ട് എന്താണ് ഈ സുഭാഷേട്ടൻ പറയുന്നത് എന്ന് മനസ്സിലാക്കാതെ അന്തം വിട്ട് നിൽക്കുമ്പോൾ ഇത് കേട്ട സുധീഷ് സന്തോഷം കൊണ്ട് ചിരിച്ചു നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത്. പക്ഷെങ്കിൽ പിന്നീട് കാണുന്ന ആ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നിധി ഇറങ്ങി വരികയും, അല്ലെങ്കിൽ പിന്നീട് കാണുന്ന സുധീഷ് ഇത് സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഭാഗമാണ് കാണുന്നത്. അപ്പം പെട്ടെന്ന് സുധീഷ് വെളിയിൽ ഇങ്ങനെ പല്ലും തെച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കാണുകയും പെട്ടെന്ന് ഇറങ്ങി വന്ന് സുധീഷിനെ വിളിക്കുക. അപ്പോൾ സുധീഷ് പെട്ടെന്ന് ഞെട്ടിത്തിരിയുക, ഈ സ്വപ്നത്തിൽ നിന്ന് പെട്ടെന്ന് ഞെട്ടിത്തിരിക്കുകയും പെട്ടെന്ന് നിധി അടുത്ത് നിൽക്കുന്ന കാണുമ്പോൾ, അയ്യോ ദൈവമേ, ഞാൻ സ്വപ്നമാണോ കണ്ടത് എന്നിങ്ങനെ ചോദിച്ച് നിൽക്കുക, മനസ്സ് ചിന്തിച്ചുകൊണ്ട് നിൽക്കുക. അപ്പം നിധി ചോദിക്കുകയാണ്, സുധീഷ് എന്താണ് ഈ രാവിലെ ഇന്ന് ഈ പകൽക്കിനാവ് കണ്ടുകൊണ്ട് നിൽക്കുന്ന, സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുന്നത് എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് സുധീഷ് ആ സ്വപ്നത്തിൽ നിന്ന് മാറിയിട്ട് പറയും, അതങ്ങനെ തന്നെ, ഇത് അങ്ങനെ തന്നെ നടക്കും എന്ന് പറഞ്ഞ് പിച്ചും പേയും പറയുന്ന പോലെ സുധീഷ് നിധിയോട് പറയുകയാണ്. അപ്പം നിധി ചോദിക്കുക, എങ്ങനെ തന്നെ നടക്കും, അതങ്ങനെ തന്നെയാണ്, അങ്ങനെയൊക്കെയോ നടക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് സുധീഷ് അകത്തേക്ക് പോകുന്ന സമയത്ത് നിധിക്ക് ഒന്നും മനസ്സിലാകാതെ നിൽക്കുക. അപ്പം വീണ്ടും തിരിഞ്ഞെന്ന് പറയാണ്, അതങ്ങനെ തന്നെയോ നടക്കത്തുള്ളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സുധീഷ് അകത്തേക്ക് പോകുമ്പോൾ നിധിക്കൊന്നും മനസ്സിലാകാതെ നിൽക്കുന്നൊരു ഭാഗമാണ്. പിന്നെ ഈ സ്വപ്നം പ്രാവർത്തികമാക്കണം, അതിനുവേണ്ടി സുഭാഷേട്ടൻ്റെ അടുത്ത് പോയി സോപ്പിട്ട്
സുഭാഷിനോട് പറയാം, സുഭാഷേടെ നമുക്കൊരു നാടകം കളിക്കണം, നിധിയെ എനിക്ക് സ്വന്തമാക്കണം, അത് നിങ്ങൾ എന്നെ സഹായിക്കണം, അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ നിധിയോട് സുഭാഷ് ചേട്ടൻ ചില കാര്യങ്ങൾ പറയണം എന്ന് പറയുകയാണ്. അപ്പം സുഭാഷ് ചേട്ടൻ പാവം അദ്ദേഹം ഈ തൻ്റെ അനിയന്മാർക്ക് വേണ്ടി ഇങ്ങനെ ജീവൻ കൊടുക്കാനും വേണ്ടി നടക്കുന്നതുകൊണ്ട് പറയാണ്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, അവൾ നിൻ്റെ മനസ്സിൽ കയറാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കും. പറയുന്നു സുഭാഷ് ചേട്ടൻ നിധിയോട് ഇങ്ങനെ പറയണം, സുഭാഷയുടെ നിധി, നീ എൻ്റെ അനിയത്തിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നിൻ്റെ ചേട്ടനുമാണ്. അപ്പോൾ സുധീഷ് എൻ്റെ അനിയനല്ല, അതുകൊണ്ട് നേരെ മറിച്ച് എൻ്റെ അളിയനാണ് എന്ന് പറഞ്ഞ് നിധിയുടെ മനസ്സിൽ സുധീഷ് തൻ്റെ ഭർത്താവാണ് എന്ന് വരുത്തി തീർക്കണമെന്നൊക്കെ പറഞ്ഞ് സുഭാഷിനെ അടുക്കളയിൽ ചെന്ന് സോപ്പിട്ട് പറഞ്ഞ് പഠിപ്പിക്കുകയും, ഇതിപ്പം ഈ കേട്ടുകൊണ്ട് നിൽക്കുന്ന ഹരീഷും നികേഷും പറയാം, നല്ല കാര്യം തന്നെ, ഇത് നടന്നു തന്നെ, ഇതിപ്പോൾ സുഭാഷ് ചേട്ടനാണ് പറയുന്നതെങ്കിൽ എല്ലാം നടന്നു തന്നെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് സുഭാഷ് പറയുന്നത്, ഡാ എനിക്കറിയാം, അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി, എനിക്കതങ്ങനെ അവതരിപ്പിക്കാനും നിധിയോട് പറയാനൊക്കെ എനിക്കറിയാം എന്ന് പറയുക. എന്നാൽ ശരി, പറഞ്ഞു, സുഭാഷ് ചേട്ടൻ പറഞ്ഞത് കാണണം എന്നൊക്കെ പറഞ്ഞ് നികേഷും ഹരീഷോടെ നിൽക്കുന്ന ഭാഗമുണ്ട്. പെട്ടെന്ന് ഈ സമയത്ത് നിധി വെളിയിൽ നിന്ന് കയറി വരുമ്പം സുധീഷ് പറയാം, ചേട്ടാ ഇതല്ലേ നിധി വന്നു എന്ന് പറയാണ്. പെട്ടെന്ന് ഓടിച്ചെല്ലാം പറഞ്ഞ് നിധിയോട് കാര്യം പറയാൻ വേണ്ടി പെട്ടെന്ന് വെപ്രാളം കാണിക്കുക. അപ്പോൾ പെട്ടെന്ന് പാചകം ചെയ്തുകൊണ്ടിരുന്ന സുഭാഷ് പെട്ടെന്ന് നിധിയുടെ അടുക്കലേക്ക് ഓടിച്ചില്ലേ, നിധി മോളെ എനിക്ക് ചില കാര്യം പറയാനുണ്ടെന്ന് പറയണം. അപ്പം പറയാണ്, എന്താ സുഭാഷ് ചേട്ടാ എന്ന് പറയാൻ. അപ്പം മോളെന്നെ ചേട്ടനായിട്ടല്ലേ കാണുന്നത്, അതെ എന്ന് പറയാണ്. അപ്പോൾ ഈ സ്വപ്നം കണ്ടതുപോലെ തന്നെ സുഭാഷ് ഇങ്ങനെ അവതരിപ്പിക്കുക. അങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിധിയോട് പറയാം, മോളെ നീ എനിക്ക് അനിയത്തിയും നിനക്ക് ഞാൻ ചേട്ടനുമാണ്, പക്ഷേങ്കിൽ ഈ സുധീഷ് എൻ്റെ അനിയനല്ല എന്ന് പറയാം. അപ്പം യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന നിധി ഞെട്ടുകയും, അപ്പം സുധീഷ് അവിടെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പം വീണ്ടും നിധി ചോദിക്കുകയാണ്, എന്താ സുഭാഷേട്ടാ ഈ പറയുന്നതെന്ന് പറയാം. അപ്പോൾ സുഭാഷ് പറയാണ്, മോളെ സ്വപ്നത്തിൽ കണ്ട പോലെയല്ല യഥാർത്ഥത്തിൽ സുഭാഷ് പറയുമ്പോൾ ഒരു പരുമ്മലും അതുപോലെ വെപ്രാളവും അതിനോടൊപ്പം താൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് തെരുതര സുധീഷിൻ്റെ മുഖത്ത് നോക്കുകയൊക്കെ ചെയ്യുന്ന രസകരമായ നിമിഷമുണ്ട്. അങ്ങനെ നിധിയോട് വീണ്ടും പറയാം, മോളെ നീ എൻ്റെ അനിയത്തിയാകുമ്പോൾ സുധീഷ് എൻ്റെ അനിയനല്ല, മറിച്ച് എൻ്റെ അളിയനാണ് എന്ന് പറയുകയും അതൊന്നും സ്വപ്നത്തിൽ കണ്ട പോലെ തന്നെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് നിധി ചോദിക്കുകയാണ്, ചേട്ടാ ഇതെന്താണ് ഈ പറയുന്നത്, സുഭാഷന് എന്താ പറയുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചേ, ചേട്ടൻ്റെ അനിയനല്ലേ ഈ സുധീഷ് എന്ന് ചോദിക്കുക. അപ്പം പറയുകയാണ്, അല്ല എൻ്റെ അനിയനല്ല, എൻ്റെ അളിയനാണ് എന്ന് പറയുകയാണ്. അപ്പം പെട്ടെന്ന് നിധി പറയാണ്, സുഭാഷേട്ടാ ഞാൻ ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നല്ല, ഈ നികേഷിൻ്റെ കാര്യം സംഭവിച്ച പോലെ അതിനിടയ്ക്ക് പറഞ്ഞു, നികേഷ് എന്നോടൊന്നും തോന്നല്ലേ, ഞാൻ അങ്ങനെ ചോദിക്കുക കേട്ടോ എന്ന് പറയണം. അപ്പോൾ നികേഷ് പറഞ്ഞു, ഒരു കുഴപ്പമില്ല ചേട്ടത്തി ചോദിച്ചോളാം പറയാം. സുഭാഷ് ചേട്ടനോട് ഈ സമയത്ത് നിധി ചോദിക്കുക, സുഭാഷ് ചേട്ടാ ഈ നികേഷിൻ്റെ കാര്യം സംഭവിച്ചതുപോലെ സുധീഷിൻ്റെ കാര്യത്തിലും എന്തെങ്കിലും രഹസ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് സുഭാഷ് വായും പൊളിച്ച് നിൽക്കുകയാണോ. അപ്പോൾ എന്താ മോളെ നീ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അല്ല സുഭാഷ് ചേട്ടൻ്റെ അനിയനല്ല എന്നല്ലേ സുധീഷ് പറഞ്ഞത്, അപ്പം ഈ സുധീഷിൻ്റെ അമ്മയും അച്ഛനും വേറെയാണോ, നിങ്ങൾ സുഭാഷ് ചേട്ടൻ്റെയും ഹരീഷിൻ്റെയും നികേഷിൻ്റെയും അച്ഛനും അമ്മയല്ലേ ഈ സുധീഷിൻ്റെ, ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കഥയുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് സുധീഷിൻ്റെ കയ്യിൽ നിന്നും സുഭാഷിൻ്റെ കയ്യിൽ നിന്നും എല്ലാ നാടകവും പൊളിഞ്ഞു പോകുന്ന ഒരു രസകരമായ നിമിഷമുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് സുഭാഷ് പറയുക, മോളെ എന്താണ് നീ പറയുന്നത്, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയണം. പിന്നെ സുഭാഷ് ചേട്ടനല്ലേ പറഞ്ഞത് സുഭാഷ് ചേട്ടൻ്റെ അനിയനല്ല സുധീഷ് അളിയനാണ് എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുക. അപ്പോൾ പറയണം, അത് അങ്ങനെയല്ല മോളെ, നിനക്ക് സുധീഷ് അളിയനും എനിക്ക് അവൻ അനിയനുമാണ് എന്ന് വീണ്ടും തിരുത്തി പറയുകയും അങ്ങനെ ആ നാടകം പൊളിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു രസകരമാകുന്ന നിമിഷമുണ്ട്. ഒടുവിൽ സുഭാഷ് പറയാണ്, മോളെ നീ അങ്ങനെയൊന്നും ചിന്തിക്കല്ല്, അവൻ്റെ അമ്മയും എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും അവൻ്റെ അച്ഛനും എല്ലാം ഒന്നാണ്, നീ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കല്ല്, ഇത് ഞാൻ പറഞ്ഞത് വേറെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് എന്ന് പറയുകയും ഈ സമയത്ത് ലാസ്റ്റ് ആ നാടകം പൊളിഞ്ഞു നിറഞ്ഞപ്പോഴത്തേക്ക് സുധീഷ് തലയിൽ കൈവച്ചുകൊണ്ട് നിൽക്കുകയും സുഭാഷിൻ്റെ ആ നാടകത്തിൽ വൻ പരാജയം സംഭവിച്ചു എന്ന് ഓർത്ത് സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഹരീഷിനെയും നികേഷിനെയൊക്കെ കാണാട്ടോ. ഒടുവിൽ നിധി എന്താണ് സുഭാഷ് ചേട്ടൻ പറഞ്ഞതെന്നോ എന്താണ് ഇവരെ ഉദ്ദേശിക്കുന്നത് ഒന്നും മനസ്സിലാകാതെ തൻ്റെ കാര്യം നോക്കി അകത്തേക്ക് പോകുന്നു. ഒടുവിൽ സുഭാഷ് എന്ന് സുധീഷിനോട് പറയാം, അല്ല സുധീഷെ കാര്യം പറഞ്ഞു വന്നതാ, പക്ഷെങ്കിൽ അവൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് വേറെ ഒന്നും പറയുവാനില്ലായിരുന്നു എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് ഒടുവിൽ ദേഷ്യം വന്ന് സുധീഷ് പറയാം, എൻ്റെ പൊന്നു സുഭാഷ് ചേട്ടാ മതിയായി, എനിക്ക് സന്തോഷമായി,
എനിക്ക് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി. എൻ്റെ കാര്യം നോക്കാൻ, എനിക്ക് നിധിയെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തോളാം. ഇനി നിങ്ങളുടെ യാതൊരു സഹായവും വേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയും ഈ സമയത്ത് പെട്ടെന്ന് സുഭാഷ് പറയണോ, എടാ എന്ത് ചെയ്യാനാടാ, അവൾ എങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ഉത്തരം പറയാനാണ് എന്ന് ചോദിക്കുകയാണോ. ഈ സമയത്ത് എന്തെങ്കിലും പറഞ്ഞു, എനിക്കൊന്നും കേൾക്കണ്ട, എന്നോട് ക്ഷമിക്കണം എടാ എന്ന് സുഭാഷ് പറയുന്ന സമയത്ത് ഒന്നും കേൾക്കണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിങ്ങളുടെ യാതൊരു സഹായവും വേണ്ട എന്ന് പറഞ്ഞ് സുധീഷ് അവിടുന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് കേട്ടോ. അതിന് ശേഷം കാണുന്ന പ്രഭാതത്തിൽ രാവിലെ സുധീഷ് ഇങ്ങനെ ദുഃഖിച്ചിങ്ങനെ ഹാളിലിരിക്കുന്ന സമയത്ത് സുഭാഷ് ചോദിക്കുക, എടാ നീ എന്തെങ്കിലും കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുക. അപ്പം രാത്രി നടന്ന ആ നാടകം പൊളിഞ്ഞതിൻ്റെ വലിയ നല്ല വിഷമം സുധീഷിനുണ്ട് കേട്ടോ. ഈ സമയത്ത് സുധീഷിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി സുഭാഷ് ഇന്ന് ആഹാരം കഴിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ എനിക്കൊന്നും വേണ്ട, ഞാനൊന്നും കഴിക്കുന്നില്ല, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നിയാൽ ഞാൻ കഴിച്ചോളാം, സുഭാഷ് ഏട്ടനൊന്ന് പോയി തന്നേ എന്ന് പറഞ്ഞ് സുഭാഷിനെ അവിടുന്ന് പറഞ്ഞു വിടി. ഈ സമയത്ത് പെട്ടെന്ന് നിധി റെഡിയായി ഓഫീസിൽ പോകാൻ റെഡിയായിട്ട് വരിക. അപ്പം പെട്ടെന്ന് നിധി റെഡിയായി വന്നപ്പോഴത്തേക്ക് സുധീഷ് ചോദിക്കുകയാണ്, റെഡിയായി പോകാൻ തുടങ്ങുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ പോകാൻ തുടങ്ങുക, പിന്നെ സുധീഷിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് സുധീഷ് ഇരുന്നോടത്തുനിന്ന് എഴുന്നേൽക്കുക കേട്ടോ. എന്നിട്ട് പറയാണ്, നമുക്ക് അത്യാവശ്യമായിട്ട് ഇന്ന് വൈകുന്നേരം അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോകണം, വക്കീലിൻ്റെ അടുത്ത് പോകണം എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് സുധീഷ് ചോദിക്കും, എന്തിന്? സുധീഷ് അത് മറന്നോ, നമ്മൾ ഡിവോഴ്സിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ, അതിനു വേണ്ടി പോകണം എന്ന് പറയുകയാണ്. അപ്പം സുധീഷ് പെട്ടെന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. തൻ്റെ സമ്മതം തെറ്റിപ്പോകുന്ന ചില നിമിഷം ചില ഭാഗങ്ങളുണ്ട് കേട്ടോ. അപ്പം ചോദിക്കുകയാണ്, അത് ഇപ്പം തന്നെ പോകണോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പം തന്നെ പോകണോ, അതൊക്കെ കൈയോടുകൂടി ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല, നമ്മളുടെ എന്തായാലും ലീഗലായിട്ടുള്ള കല്യാണം അല്ല, യഥാർത്ഥത്തിലുള്ള കല്യാണമല്ല, എന്നെ രക്ഷിക്കുവാൻ വേണ്ടി സുധീഷ് ചെയ്ത ഒരു കാര്യമാണ്. നിനക്ക് സുധീഷിന് അവിടെ അന്ന് രക്ഷപ്പെടണമെങ്കിൽ, എനിക്കും രക്ഷപ്പെടണമെങ്കിൽ ഇത് ഡിവോഴ്സ് ആകണം, അതിനുവേണ്ടി എല്ലാ കാര്യവും നമുക്ക് ചെയ്യണം, ഇന്ന് വൈകിട്ട് തന്നെ ചെയ്യണം എന്ന് പറയണം. അപ്പോൾ സുധീഷ് അത് അലമ്പാൻ വേണ്ടി പറയണം, അതിന് അഡ്വക്കറ്റൊക്കെ ഇന്ന് ഫ്രീ ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, നിധി പറയാണ്, എല്ലാം ഞാൻ വിളിച്ചു ചോദിച്ചിരുന്നു, ഇന്ന് വൈകുന്നേരം ചെല്ലാനാണ് പറഞ്ഞത് എന്ന് പറയാണ്. എന്നാലും ഞാൻ വിളിച്ചു ചോദിക്കാമെന്ന് പറഞ്ഞ് സുധീഷ് ഫോൺ എടുക്കുമ്പം നിധി പറയാണ്, വേണ്ട, നമ്മൾ കണ്ട അഡ്വക്കറ്റ് അല്ല, ഞാൻ വേറെ ഒരു അഡ്വക്കറ്റെ കണ്ടായിരുന്നു, ആ അഡ്വക്കറ്റുമായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചു എന്ന് പറയാം. അപ്പോൾ ഇത് കേട്ട് മനസ്സ് തകർന്നു പോയി സുധീഷ് പറയാണ്, അപ്പോൾ എല്ലാം ആലോചിച്ച് തീരുമാനിച്ച ശേഷം എന്നോട് പെർമിഷൻ എടുക്കാൻ വേണ്ടി വന്നതായിരുന്നല്ലേ എന്ന് ചോദിക്കുക. അപ്പം നിധി ഒന്ന് പരുങ്ങുന്നുണ്ട് കേട്ടോ. എന്തായാലും സാരമില്ല, എന്നാൽ നമുക്ക് നിധിക്കാതാണ് ആഗ്രഹമെങ്കിൽ പോകാമെന്ന് പറയും. അങ്ങനെ ഒരു കാര്യം ചെയ്യും, ഞാൻ അന്നേരം നിധി പറയാണ്, ഒരു കാര്യം ചെയ്യും, ഞാൻ ഓഫീസ് ടൈം കഴിയുമ്പോഴത്തേക്കും ഞാൻ സുധീഷിനെ വിളിച്ചേക്കാം എന്ന് പറയാണ്. ആ സമയത്തേക്ക് വന്നാൽ മതി, പിന്നെ എല്ലാവരോടും എനിക്ക് ഇക്കാര്യം പറയണമെന്ന് പറയും. അങ്ങനെ സുഭാഷിനെയും ഹരീഷിനെയും നികേഷിനെയൊക്കെ വിളിച്ച് എല്ലാവരോടുമായിട്ട് പറയുകയാണ്. നിധി പറയാണ്, സുഭാഷ് എല്ലാവരും എന്നോട് ക്ഷമിക്കണം, എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് സുധീഷ് എൻ്റെ കഴുത്തിൽ താലി കെട്ടുകയും രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത്, അത് എന്തായാലും അത് മാറിയെടുക്കണം, സുധീഷിന് ഒരു ജീവിതം വേണം, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡിവോഴ്സിന് വേണ്ടി അപേക്ഷ കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് എല്ലാവരോടും സമ്മതം ചോദിച്ച് ഒരു മടങ്ങിപ്പോകുന്നൊരു ഭാഗമൊക്കെ കാണും കേട്ടോ. അതിനുശേഷം കാണുന്ന രസകരമായ മറ്റൊരു സംഘർഷഭരിതമാകുന്നൊരവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ ഹരീഷും നീതുവും തമ്മിൽ പ്രണയം നല്ല രീതിയിൽ മൂത്തു നിൽക്കുകയാണ്. ഈ സമയത്ത് എന്നും ഇപ്പോഴത്തെ പഴയതിനേക്കാൾ കൂടുതൽ നീതു ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിൽ വരികയും ഹരീഷുമായിട്ട് സംസാരിക്കുകയും കൊഞ്ചിക്കൊഴയൊക്കെ ചെയ്യുന്നൊരു ഭാഗമുണ്ട്. ഇതിപ്പോൾ ഈ സമയത്ത് ഒരു ദിവസം ഈ നീതു ഹരീഷുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നീതുവിൻ്റെ ആങ്ങളെ കാണുകയും അങ്ങനെ നീതുവിനോട് ഇന്ന് വഴക്കുണ്ടാക്കുകയും നീതു അടിയുറച്ച് നിൽക്കുകയും ചെയ്യുന്നൊരു ഭാഗമാണ്. എനിക്ക് ഹരീഷിനെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ, നിങ്ങളല്ല എൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ടത്, ഞാനാണ് എൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ടത്, എനിക്ക് ആരെ ഇഷ്ടപ്പെടണം ആരെ കെട്ടണം എന്നൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞ് ആങ്ങളയുടെ മുൻപിൽ എന്തായാലും ചങ്കൂറ്റത്തോടു കൂടി നിൽക്കുന്ന നീതുവിനെ കണ്ട. എന്നാൽ ഇനി ഈ ആങ്ങള തീരുമാനിച്ച് അവനെ ഒന്ന് പിടിച്ചെന്ന് വിരട്ടിയാൽ ചിലപ്പം നീതുവിനെ ശല്യം ചെയ്യുന്ന നിർത്തിയതായിരിക്കും എന്നോർത്ത് നേരെ സുധീഷിൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഹരീഷിനെ കാണാൻ വേണ്ടി 2-3 ബൈക്കിൽ 2-3 ഗുണ്ടകളുമായിട്ട് നീതുവിൻ്റെ വീട്ടുകാർ വരികയും അല്ലെങ്കിൽ ആങ്ങള വരികയും അങ്ങനെ വന്ന് പാടി തൻ്റെ അച്ഛനോട് ചൂടാകുകയും അങ്ങനെ ഹരീഷ് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം ഹരീഷ് ഇവിടെയില്ല, ഹരീഷ് വർക്ക്ഷോപ്പിലാണ് എന്ന് പറയുകയും അങ്ങനെ അവൻ ഇവിടെ ഇതിനകത്ത് കാണും, അവനെ വിളിക്കാൻ പറഞ്ഞ് ഷോ കാണിക്കുകയും ഈ സമയത്ത് ഒട്ടും വിട്ടുകൊടുക്കാതെ ഭാസ്കരൻ നിൽക്കുന്ന ഒരു രസകരമാകുന്ന നിമിഷമുണ്ട്. ഒടുവിൽ സുഭാഷും സുധീഷും ഇറങ്ങി വരുമ്പം സുഭാഷും സുധീഷുമായിട്ട് ഈ നീതുവിൻ്റെ സഹോദരൻ വഴക്കുണ്ടാക്കിയതിന് ശേഷം നീതുവിൻ്റെ കാര്യം പറഞ്ഞ് നീതുവിനെ ശല്യം ചെയ്യുന്ന ഹരീഷാണെന്നും, അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം ഇനി എൻ്റെ പെങ്ങളോട് സഹോദരിയോട് അവൻ എവിടെയെങ്കിലും വെച്ച് മിണ്ടിയാൽ അവൻ്റെ കൈയും കാലും തല്ലി ഒടിക്കും എന്ന് പറയുകയും ഈ സമയത്ത് ഇത് കേട്ട് ദേഷ്യം വന്ന
സുധീഷ് ഈ നീതുവിൻ്റെ സഹോദരനുമായിട്ട് വഴക്കുണ്ടാക്കുകയും വലിയ ഉന്തും തള്ളും ഉണ്ടാകുകയും ചെയ്യുന്നൊരു ഭാഗമൊക്കെ ഉണ്ട്. അതിനുശേഷം നടക്കുന്നത് കാണാൻ ഈ സുഭാഷ് ചന്ദ്രൻ തടസ്സമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ഈ ഉന്തും തള്ളും അല്പം കൂടിപ്പോയി അങ്ങനെ അടിപിടിയിൽ എത്തുകയും അതിനുശേഷം സുഭാഷ് എല്ലാവരും തടഞ്ഞു പിടിച്ചു മാറ്റി അതിനുശേഷം എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാം എന്ന് പറഞ്ഞ് ഒരു കാര്യം ഹരീഷിന് നീതുവിനും ഹരീഷിനെയും ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ അവരുടെ കല്യാണം വേണമെങ്കിൽ നടത്താം എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പം തൻ്റെ നീതുവിൻ്റെ സഹോദരൻ അവിടെ വെച്ച് എല്ലാവരെയും കളിയാക്കി ഞാൻ ഈ ചെറ്റക്കുടലിലേക്ക് എൻ്റെ സഹോദരനെ കെട്ടിച്ചു കൊണ്ടോന്നാണ് പറയുന്നത്. ഇത് ഒരു നരകമാണ്, ഇതിലേക്ക് ആരെങ്കിലും പെണ്ണുങ്ങളെ അയക്കുമോ എന്ന് ചോദിച്ച് സുധീഷിനെയും സുഭാഷിനെയൊക്കെ കളിയാക്കുന്ന ഒരു രംഗമൊക്കെയാണ് വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. വീണ്ടും അടുത്ത ദിവസത്തെ വിശേഷമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.